ഗായ്സ്, ഈ വീഡിയോ നമ്മുടെ മറ്റു വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ച ഡൗട്ട്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഹൗ ടു സ്റ്റാർട്ട് ഫ്രീലാൻസിങ്. ഫ്രീലാൻസ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് എമൗണ്ട് സെറ്റ് ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും ആ ഒരു ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീലാൻസ് ഒക്കെ തുടങ്ങി നിൽക്കുന്ന ആൾക്കാരാവുന്നതാണ്. പക്ഷെ ആ വീഡിയോ കണ്ടതിൽ ഒരുപാട് പേര് ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് ബ്രോ ഫ്രീലാൻസ് തുടങ്ങുന്നത്? അതിനുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു സ്കില്ലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കാണാം. കാരണം എങ്ങനെയാണ് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്ന് മുതൽ ആ ഒരു സ്കില്ല് വെച്ചിട്ട് എങ്ങനെ ഒരു ക്ലയന്റിനെ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് മണി ഏൺ ചെയ്യാം എന്ന് വരെ നമ്മൾ കംപ്ലീറ്റ്ലി പറഞ്ഞു തരും. അപ്പൊ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുക, ഫ്രീലാൻസ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്കില്ല് എന്ന് ഒരുപാട് വട്ടം പറയുന്നുണ്ട്. അതായത് ഫ്രീലാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണം. അതായത് ഞാനൊരു ഫ്രീലാൻസ് വീഡിയോ എഡിറ്ററാണ്. എന്തുകൊണ്ട് ഫ്രീലാൻസ് വീഡിയോ എഡിറ്ററായി? എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാം. നിങ്ങൾ ഒരു ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനർ ആവാൻ പോവാ. അപ്പൊ നിങ്ങൾക്ക് എന്തറിയണം? ഗ്രാഫിക് ഡിസൈനിങ് അറിയണമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്കില്ല് അറിയേണ്ടത് അത്യാവശ്യമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്കില്ല് ലേൺ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് പണിയൊന്നും ഇല്ല ലേൺ ചെയ്യാൻ. അതായത് നിങ്ങൾ ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നത് മേ ബി 90% യൂട്യൂബിലൂടെ ആയിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യൂട്യൂബ് ഈസ് എ ഫ്രീ യൂണിവേഴ്സിറ്റി. അതായത് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇല്ലാത്തത് ഒന്നുമില്ല. ആ ഒരു രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ പോവുക, അത് സ്കില്ല് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് വരും. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, ഇംഗ്ലീഷ്, ഏതൊരു വീഡിയോ അല്ലെങ്കിൽ ഏതൊരു ഭാഷയിലും വീഡിയോസ് അവൈലബിൾ ആണ്. 99% സ്കില്ലുകളും അതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പഠിക്കാം. അത് വെച്ച് മാത്രം പഠിക്കുക. അതായത് ഫസ്റ്റ് തന്നെ പോയിട്ട് ഒരു നല്ല കോഴ്സ് എടുക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് യൂട്യൂബ് നോക്കി പഠിക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു വീഡിയോ എഡിറ്റർ ആവണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ പഠിച്ച് അത് ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും, വീഡിയോ എഡിറ്റിംഗ് എനിക്ക് പറ്റിയ പണിയല്ല. അങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞാനൊരു കോഴ്സ് പൈസ കൊടുത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിലോ അത് പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ പൈസ പോയി. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ കടിച്ചു പിടിച്ച് നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ യൂട്യൂബിലാവുമ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് പറ്റിയില്ല, ഗ്രാഫിക് ഡിസൈനിങ് നോക്കാം, അത് പഠിച്ചു നോക്കാം. അത് പറ്റിയില്ലെങ്കിൽ വെബ് ഡെവലപ്പിംഗ് നോക്കാം, അത് പഠിച്ചു നോക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. മാക്സിമം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കില്ല് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ പഠിക്കുക. അതായത് നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ ആവാൻ ഒരു ഡിസൈനിങ് വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങിയ ആ ഡിസൈനിങ് അത് മാക്സിമം ഫോക്കസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ല യൂട്യൂബിന്റെ വീഡിയോസ് ഞാൻ സജസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് പറ്റിയ, അതായത് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചിട്ട് ഏറ്റവും നല്ല കിട്ടാവുന്ന അടിപൊളി വീഡിയോസ് ഏതാണ് യൂട്യൂബിൽ എന്ന് വെച്ചാൽ ഞാൻ അത് ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. കാരണം എനിക്ക് പറ്റുന്ന ഒരു സഹായം അതാണ്. അങ്ങനെ നിങ്ങൾ നല്ലൊരു സ്കില്ല് ലേൺ ചെയ്യാന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഇതിനെ ഫ്രീലാൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ മോണിറ്റൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്തറിയണം? എന്താണ് ഫ്രീലാൻസിങ് എന്ന് അറിയണ്ടേ? ഫ്രീലാൻസിങ് എന്നാ നിങ്ങളുടെ ഒരു കഴിവ് മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യുക. അതായത് അവരുടെ ആ ഒരു ടൈമിനെ നിങ്ങൾ സേവ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. യൂട്യൂബിൽ എന്നെ പോലെ വീഡിയോസ് ഇടുന്ന കുറെ പേരുണ്ടല്ലോ, അവരുടെ അടുത്ത് ഞാൻ ചെന്ന് പറയാണ്, ബ്രോ ഞാനൊരു വീഡിയോ എഡിറ്ററാണ്, ഞാൻ നിങ്ങളുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാമെന്ന്. അപ്പൊ അവർക്ക് അവിടെ ടൈം സേവ് ചെയ്യാം. അതായത് അവരുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. ഞാനൊരു വീഡിയോ എഡിറ്റർ ആയതുകൊണ്ട് എന്റെ സ്കില്ലൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി വീഡിയോസ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പൊ ഇനി ഫ്രീലാൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇനിയും വ്യക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും യൂട്യൂബിൽ ചെയ്ത് നോക്കാം. ഒരുപാട് വീഡിയോസ് ഫ്രീലാൻസ്, വാട്ട് ഈസ് ഫ്രീലാൻസ്, ഒരുപാട് വീഡിയോസ്, അൺലിമിറ്റഡ് വീഡിയോസ് കിടക്കുന്നുണ്ട്. അപ്പോ അതാണ് അടുത്ത സ്റ്റെപ്പ്, ഫ്രീലാൻസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഒരു കഴിവിനെ മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യാണ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാവരും സ്റ്റക്ക് ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നല്ലൊരു സ്കില്ല് പഠിച്ചു, ഫ്രീലാൻസിങ് എന്താണെന്ന് പഠിച്ചു, അതിന് നല്ല നല്ല പോസ്റ്റേഴ്സ് ഉണ്ടാക്കി, അല്ലെങ്കിൽ കഴിവൊക്കെ ഇതാക്കുന്ന അടിപൊളി പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഒരാൾ വന്ന് വർക്ക് തരണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വർക്ക് കിട്ടണ്ടേ? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് എങ്ങനെ ചെയ്യാമെന്നാണ് അടുത്ത സ്റ്റെപ്പ്. ഹൗ ടു ഗെയിൻ യുവർ ഫസ്റ്റ് ക്ലയന്റ്. സിമ്പിൾ ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് പല രീതിയിലും ചെയ്യാം, പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ പല യൂട്യൂബ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിൽ ക്ലയൻസിനെ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഒരു ടിപ്പ് പറയാം. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഫൈവർ, അപ്വർക്ക് പോലെയുള്ള ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരുടെ
ഒരു വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഫൈവർ, അപ്വർക്ക്, ഫ്രീലാൻസർ, അങ്ങനത്തെ കുറച്ച് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രീലാൻസ് വർക്ക് കിട്ടാൻ. ഇതിൽ രജിസ്റ്റർ ചെയ്യരുത്. ഓക്കെ, അത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. ഞാൻ ഏതാണ്ട് ഒരു 6 മാസം 7 മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അപ്വർക്കിലും ഫ്രീലാൻസിലൊക്കെ നല്ല രീതിക്ക് എന്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇട്ടു. പക്ഷെ ഒരു മെസ്സേജും കാര്യങ്ങളും വരില്ല. അപ്പൊ നിങ്ങൾ അതല്ലാതെ വേറെ എന്താ മാർഗം ഉണ്ടാവും നോക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വീഡിയോ എഡിറ്ററാണ്. അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് ഒരാളെ സമീപിക്കുമ്പോൾ അവരാദ്യം ചോദിക്കുക എന്താ, നിങ്ങൾ എഡിറ്റ് ചെയ്ത കുറച്ച് വർക്ക്സ് അയച്ചാട്ട് ബ്രോ, അല്ലെങ്കിൽ അവർ പറയും ബ്രോയുടെ പോർട്ട്ഫോളിയോ അയച്ചാട്ട്. പോർട്ട്ഫോളിയോ ഒന്നും നമുക്ക് ഫസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കുറച്ച് വർക്ക്സ് ക്രിയേറ്റ് ചെയ്യുക. അതായത് പഠിക്കുമ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതായത് നല്ല നല്ല യൂട്യൂബിൽ നിന്നൊക്കെ ക്ലിപ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് അടിപൊളി വീഡിയോസ് ആക്കാം. പോസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അടിപൊളി പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം, ലോഗോസ് ഉണ്ടാക്കാം. നല്ല നല്ല അടിപൊളി വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ചെണ്ണം വെക്കുക. ഒരു 5-6 വീഡിയോസ് മിനിമം ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പിലാണ് ഞാനിത് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ചെയ്തത് യൂട്യൂബിൽ പോഡ്കാസ്റ്റുകൾ ഉണ്ടാവും. നല്ല 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉള്ള നല്ല കിടിലൻ പോഡ്കാസ്റ്റുകൾ, മലയാളം പോഡ്കാസ്റ്റുകൾ തന്നെ എടുക്കുക. അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് അടിപൊളി റീൽസ് കട്ട് ചെയ്തു. അതായത് ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചു, ഒരു ഗസ്റ്റ് അതിന് ആൻസർ പറഞ്ഞു, അത് ഒരു റീലാക്കിയിട്ട് എടുത്തിട്ട് അടിപൊളി, അതായത് എന്റെ കഴിവിന്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് അത് എഡിറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ഞാൻ ക്രിയേറ്റ് ചെയ്ത റീല് ഈ ഒരു ഓണർക്ക് അയച്ചു കൊടുക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ചാനലിന്റെ ഓണർക്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറയാണ്, ഞാൻ ഇത് നിങ്ങളുടെ പോഡ്കാസ്റ്റിൽ നിന്ന് എടുത്ത് എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്, ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിനെക്കാട്ടിലും ഈ ഒരു വീഡിയോസ് കൂടി അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. എന്റെ സൈഡിൽ നിന്ന് പറ്റുന്ന ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനൊരു ഫ്രീലാൻസ് വീഡിയോ എഡിറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി ഒരു ഫോം ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ അത് അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഞാൻ ഏതാണ്ട് ഒരു 10ഓളം പേർക്ക് അങ്ങനെ ചെയ്തു കൊടുത്ത് ായിട്ട് ഞാൻ ഓർക്കുന്നു. ഫസ്റ്റ് 10ഓളം പേർക്ക് ചെയ്തു കൊടുത്തതിൽ 2 പേര് എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു, ഒരാൾ എനിക്ക് വർക്കും തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് അവർ പറഞ്ഞു ഞാനൊരു ഡെമോ വർക്ക് തരാം, അത് നിങ്ങൾ ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വർക്ക് ചെയ്യാറ്. നമുക്ക് പിന്നെ ഫസ്റ്റ് വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ഡെമോ വർക്ക് അക്സെപ്റ്റ് ചെയ്തു. ഞാനത് ചെയ്തു കൊടുത്തു, അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ക്ലയന്റിനെ അച്ചീവ് ചെയ്തു. ഞാൻ നോക്കുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. അതായത് നിങ്ങൾ അവരുടെ വീഡിയോസ് തന്നെ എടുത്ത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് അവർക്ക് തന്നെ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയാക്കാൻ പറ്റും. എൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ കുറച്ച് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു വീഡിയോ എഡിറ്റർ സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണെന്ന് ചോദിച്ച് ഞാൻ മെസ്സേജ് അയച്ചു, അവരെനിക്ക് റിപ്ലൈ തന്നു, ഞാൻ അവരുടെ എംപ്ലോയി ആയിട്ട് കയറി. ഇതാണ് സിമ്പിൾ സ്റ്റെപ്പ്. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മെസ്സേജ് ചെയ്യുക. അതായത് ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് ഇടുന്നത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതായത് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് കാണാം. അതുപോലെ സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഈ ഒരു മോട്ടിവേഷൻ ട്രേഡേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടൈമൊന്നും ഉണ്ടാവില്ല അധികം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് ഫുൾ ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുന്നവരായതുകൊണ്ട് ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറൽ ഫോം ക്രിയേറ്റ് ചെയ്യുക. അതായത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫോമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. I'm Gangadhar, I am 16 years old. I am a freelance video editor എന്ന് പറഞ്ഞ് തുടങ്ങുക. എന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ പറയുക നിങ്ങളുടെ വീഡിയോസ് അടിപൊളിയാണ്, നല്ല യൂസ്ഫുൾ ആണ്. അതായത് ഒന്ന് അവരെ തന്നെ ഒന്ന് എൻഗേജ് ചെയ്യുക. ആൻഡ് നിങ്ങൾ പറയുക എനിക്ക് ഇത് കുറച്ചും കൂടി അടിപൊളിയാക്കാൻ പറ്റും, നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നതിനെക്കാട്ടിലും ഒന്ന് അടിപൊളിയാക്കാൻ എന്നെ കൊണ്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു ഫ്രീ ആയിട്ടൊരു വീഡിയോ ചെയ്തു തരാം. അത് നോക്കിയ ശേഷം നമുക്ക് പിന്നീട് അങ്ങോട്ട് വർക്കും കാര്യങ്ങളൊക്കെ നോക്കാം, അതിന്റെ ഡീറ്റെയിൽസ് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു മെയിൽ അയച്ചു. പക്ഷെ ഇത് പോകുന്നത് ഒരാൾക്കല്ല. ഞാൻ ഏതാണ്ട് ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോസ് ഇടുന്നവര്, റീൽസ് ഇടുന്നവര്, എന്റർടൈൻമെന്റ് വീഡിയോസ് ഇടുന്നവര് എല്ലാവർക്കും ഞാൻ ഏതാണ്ട് ഒരു 100-ലധികം പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് റിപ്ലൈ തന്നത് വെറും 5-6 ആളാണ് അന്ന് തന്നെ റിപ്ലൈ തന്നത്. ഓക്കെ, പിന്നെ ഒരാഴ്ചയുടെ ഉള്ളിൽ ഒരു 10-15 ആൾ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ചെയ്ത കാര്യം ഞാൻ ഈ ഒരു ഫസ്റ്റ് ഒരു 5-6 ആളെടുത്ത് പറഞ്ഞു, അതായത് ഡെമോ വർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാം, നിങ്ങൾ അത് നോക്കിയിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും അവര് ക്ലോസ് ആയി. അതായത് അവര് ഡെമോ വർക്കിന് സമ്മതിച്ചു, ഫ്രീ വർക്ക് ആയതുകൊണ്ട് തന്നെ അത് ചെയ്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഈ ഒരു 5 ആളും എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നു. അത് ഞാൻ അടിപൊളിയായിട്ട് എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് കൊടുത്തു. ആൻഡ് അതിൽ നിന്നൊരു 3 വർക്ക് എനിക്ക് പെർമനന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 3 ക്ലയൻസിന്റെ സ്ഥിരമായിട്ട് ഒരു മാസത്തോളമുള്ള വർക്ക് ഫുള്ളി എഡിറ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചു. ഓക്കെ, അപ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ രീതിയിൽ ഞാൻ ഗെയിൻ ചെയ്ത ഒരു ക്ലയന്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഞാനൊരു പെർമനന്റ് എഡിറ്റർ ആയിട്ടുണ്ടായിരുന്നു. അതായത് 6 മാസത്തേക്ക് എന്നെ വർക്കിലും കാര്യങ്ങളൊക്കെ എടുത്തു. ബ്രോ ഓക്കെ 6 മാസം ഫുള്ള് റീൽസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ ബ്രോക്ക് തരാന്ന് പറഞ്ഞിട്ട് ആൾ എന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു 3 വർക്കും കൂടി വന്നു. അതായത് ഞാൻ ഫുള്ളി വർക്ക് ലോഡായി. അതായത് എന്റെ വർക്ക്
ടൈം ഫുള്ളായി. ഓക്കെ, ഇനി എനിക്ക് പുറത്തുനിന്ന് ഒരാളെ എടുക്കേണ്ട ആവശ്യമില്ല എന്നൊരവസ്ഥയിലോട്ട്. കാരണം 4 ക്ലയൻസ് ഒപ്പം ഞാൻ 4 ക്ലയന്റിന് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫുള്ളി ടൈറ്റ് ഷെഡ്യൂളിലോട്ട് പോയി. പിന്നെ ഈ 1-2 ക്ലയൻസ് ഒഴിഞ്ഞ് നെക്സ്റ്റ് ക്ലയൻസ് വന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത്, ഫ്രീലാൻസർ എന്ന്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല മാന്യമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഒഴിവാക്കുകയാണ്, കാരണം ഇപ്പോൾ ഞാൻ എന്റെ വീഡിയോ എടുത്തില്ല കോഴ്സുകളൊക്കെ എടുത്തിട്ട് ഞാൻ നല്ല ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾക്കറിയാം എന്തും AI കീഴടക്കുന്ന കാലമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല നല്ല കോഴ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോ എഡിറ്റിംഗിൽ AI പാർട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഞാൻ അതും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് എന്റെ ഒരു ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് ഫസ്റ്റ് ക്ലയന്റിനെ അച്ചീവ് ചെയ്തത്. ഈ ഒരു 2 മാർഗം നിങ്ങൾ പ്രയോഗിച്ചാൽ എന്തായാലും ഒരു മാർഗം സക്സസ്ഫുൾ ആവും. നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല ഫസ്റ്റ് തന്നെ 3 ക്ലയന്റ് 4 ക്ലയന്റ് ഒക്കെ കിട്ടുന്നു, 1 ക്ലയന്റ് കിട്ടും. ആൻഡ് അത് അടിപൊളിയായിട്ട് ചെയ്യുക. ആ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്രിയേറ്റീവ് സെക്ടറിന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുക്കുന്നു, അദ്ദേഹം വേറൊരു കോണ്ടന്റ് ക്രിയേറ്റർക്ക് നമ്മളെ റെഫർ ചെയ്യും. ഓക്കെ, അങ്ങനെ എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യുക. അതായത് നിങ്ങളൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് അദ്ദേഹത്തിന് റിസൾട്ട് കൊടുക്കുക. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. അതായത് നിങ്ങളുടെ ഒരു വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്ന വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഏൺ ചെയ്യുക. ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്കില്ല് പഠിക്കാമെന്ന് പറഞ്ഞു, എങ്ങനെ നിങ്ങൾക്ക് അതിനെ ഫ്രീലാൻസ് ചെയ്യാമെന്ന് പറഞ്ഞു, എങ്ങനെ ഫസ്റ്റ് ക്ലയന്റിനെ ഗെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നല്ല രീതിക്ക് സെറ്റ് ആവും. എന്തായാലും എല്ലാവർക്കും ഫ്രീലാൻസ് ചെയ്യാൻ പറ്റട്ടെ, നല്ല ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും ഫ്രീലാൻസ് ചെയ്യട്ടെ, എല്ലാവരും നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കട്ടെ. ആൻഡ് നമുക്കൊരു അടുത്ത വീഡിയോ കാണാം.